ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ഫെബ്രുവരി 17-ാം തീയതി. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനവും ശുഭദിന ആശംസകളും നേരുന്നു. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി നാം തിരഞ്ഞെടുത്തിരിക്കുന്ന ഉൽപ്പത്തി പുസ്തകം 46-ാമത്തെ അധ്യായമാണ്. ഈ അധ്യായം നാം ധ്യാനിക്കുമ്പോൾ ദൈവിക നടത്തിപ്പിൻ്റെ നാൾ വഴികളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നൊരു അധ്യായമാണ്. ദൈവിക നടത്തിപ്പിൻ്റെ നാൾ വഴികൾ. ജോസഫിനെ പിതാവ് തൻ്റെ ജോസഫിൻ്റെ സഹോദരന്മാരുടെ ക്ഷേമം അന്വേഷിക്കുവാനായിട്ട് ഭവനത്തിൽ നിന്ന് വിട്ടതാണ്. അത് ഒന്നാമത്തെ നാൾ വഴിയാണെന്ന് വിചാരിച്ചുള്ളൂ. തൻ്റെ ജ്യേഷ്ഠാവകാശത്തിൻ്റെ അടയാളമായിരിക്കുന്ന നിലയെങ്കിയൊക്കെ ധരിച്ചുകൊണ്ട് ജോസഫ് അവിടുന്ന് സന്തോഷമായിട്ട് പോയി. ഒരുപക്ഷെ സഹോദരന്മാർക്ക് കൊടുക്കാനായിട്ട് കുറേ സാധനങ്ങൾ പിതാവ് യാക്കോബ് കൊടുത്തയച്ച് കാണും. കാരണം ആടിനെ തിരിച്ച് നടക്കുകയല്ലേ, അപ്പോൾ അതൊക്കെ കൊടുത്തു കാണും, അപ്പം കൊടുത്തു കാണും, ഒക്കെ കൊടുത്തു കാണും. ഇതെല്ലാം കൊണ്ടാണ് ചെന്നത്. സഹോദരന്മാരതൊക്കെ വാങ്ങിച്ച് കാണും. വാങ്ങിച്ചിട്ട് വെച്ചിട്ട് അവരെ ദൂരെ നിന്ന് കണ്ടപ്പോഴേ പറഞ്ഞു, ഇവനെ നമുക്ക് കൊന്നുകളയാമെന്ന് പറഞ്ഞു. സ്വപ്നക്കാരനെ കൊല്ലാം, പിന്നെ അവൻ്റെ സ്വപ്നം എന്താകും, ഇതാണ് അവർ പറഞ്ഞത്. അപ്പോൾ സഹോദരന്മാർ ചിന്തിച്ച് എന്താണെന്ന് ചോദിച്ചാൽ, ദൈവം കൊടുത്ത സ്വപ്നമാണെങ്കിലും സ്വപ്നക്കാരനെ കൊന്നാൽ പിന്നെ സ്വപ്നം നടപ്പാകില്ലെന്നുള്ളതാണ്. എന്നാൽ അവർക്ക് ജോസഫിനെ കൊല്ലുവാനായിട്ട് കഴിഞ്ഞില്ല. കാരണം രൂപേൻ അതിന് തിറങ്ങായിരുന്നു. രൂപേൻ പറഞ്ഞു ബാലനുമേൽ കൈവെക്കരുതെന്ന് പറഞ്ഞു. അതുകൊണ്ട് അവസാനം അവനെ പൊട്ടക്കണ്ടിൽ പിടിച്ചിടാൻ പറഞ്ഞു. രൂപേൻ്റെ ഉദ്ദേശമെന്ന് പറയുന്നത് ഇവർ പൊട്ടക്കണ്ടി പിടിച്ചിട്ട് ആടിനെ തീറ്റാനായിട്ട് പോകുമ്പം ജോസഫിനെ കയറ്റി വീണ്ടും അപ്പൻ്റെ അടുക്കിലേക്ക് അയക്കാമെന്നുള്ള ഉദ്ദേശമായിരുന്നു രൂപൻ ഉണ്ടായിരുന്നെന്ന് വിചാരിക്കുന്നു. പക്ഷേ രൂപൻ തിരിച്ച് കിണറിൻ്റെ അടുക്ക് വരുമ്പോൾ എന്താണ്, ജോസഫ് അവിടെയില്ല. അവരെ ജോസഫിൻ്റെ ഉടുപ്പൂരി എടുത്തിട്ടാണ് ജോസഫിനെ അവർ വിറ്റത്. കാരണം നല്ലൊരു ഉടുപ്പല്ലേ, ജ്യേഷ്ഠാവകാശത്തിൻ്റെ അടയാളമായിരിക്കുന്ന കുപ്പായമല്ലേ. അപ്പോൾ അതവരുടെ കയ്യിലെടുത്തിട്ട് അവരങ്ങനെ എടുത്ത് പറഞ്ഞു കാണും, ജ്യേഷ്ഠാവകാശം ഇതാ നിൻ്റെ ജ്യേഷ്ഠാവകാശം. അപ്പോൾ രൂപൻ പറഞ്ഞു, ഇനി എന്താ ചെയ്യുന്നത്? ശരി, ഒരാടിനെ കൊല്ലാമെന്ന് പറഞ്ഞു. ഒരാടിനെ കൊന്നു. അവരുടെ ചരിത്രത്തിൻ്റെ നാൾ വഴിയിൽ അവർ ആടിനെ കൊന്നു. അതിൻ്റെ ഇറച്ചി അവർ ചുട്ടു നിന്ന് കാണും. പക്ഷേ ചോരയിൽ മുക്കി മക്കളുടെ കയ്യിൽ ഏതെങ്കിലും ഒരു മകൻ, ഏത് മകനാണെന്ന് അറിയില്ല, ഒരു മകൻ ആ കുപ്പായം കൊണ്ട് പോയി അപ്പൻ്റെ അടുത്ത് ചെന്ന് യാക്കോവിനെ കൊണ്ട് കാണിച്ചു പറഞ്ഞു, ഇത് നിൻ്റെ മകൻ്റെ ഉടുപ്പാണോ? ഞങ്ങൾ വഴിയിൽ വെച്ച് കണ്ടതാണ്. ജോസഫ് തിരിച്ചറിഞ്ഞിട്ട് പറഞ്ഞു, എൻ്റെ മകൻ കൊല്ലപ്പെട്ടു, വന്യമൃഗങ്ങൾ അവനെ പിച്ചി ചീന്തിക്കളഞ്ഞു എന്ന് പറഞ്ഞ് ജോസഫ് ഇരുന്ന് കരഞ്ഞു. എന്തൊരു നാൾ വഴിയാണ്. ആ നാൾ വഴിയിലെ കരച്ചിലിൻ്റെ ദിവസം. പിന്നങ്ങോട്ട് കരച്ചിലിൻ്റെ ദിവസമാണ്. യാക്കോബിനെ ആശ്വസിപ്പിക്കുവാൻ ജോസഫിൻ്റെ സഹോദരന്മാർ ശ്രമിച്ചു, മക്കൾ ശ്രമിച്ചു. പക്ഷേ യാക്കോബിന് ആശ്വാസം കണ്ടെത്തുവാനായിട്ട് കഴിഞ്ഞതില്ല. ജോസഫിൻ്റെ സഹോദരന്മാരുടെ വാക്ക് യാക്കോബ് വിശ്വസിച്ചു. വന്യമൃഗങ്ങൾ കൊന്നു കാണുമെന്ന് പറഞ്ഞു കാണും. ഒരു നുണയാണ് വിശ്വസിച്ചത്. പറഞ്ഞത് നുണയാണ്, കേട്ടത് നുണയാണ്, വിശ്വസിച്ചത് നുണയാണ്. അതാണ് എൻ്റെ തമാശ എന്ന് പറയുന്നത്. ഒരു നുണയ്ക്ക് എത്രമാത്രം ശക്തിയുണ്ടെന്നുള്ളതാണ്. നുണപ്രചരണം എന്ന് പറയുന്നത്. എത്ര ആളുകളാണ്, ഇന്നസെൻ്റായിട്ടുള്ള ആളുകളാണ് നുണയിൽ കുടുങ്ങിപ്പോകുന്നത്. പക്ഷേ ഇപ്പോഴിതാ ജോസഫ് അയച്ചതായിരിക്കുന്ന രഥങ്ങൾ യാക്കോബിന് മുൻപിൽ നിൽക്കുന്നു. അപ്പോൾ യാക്കോബ് എന്ന് പറഞ്ഞു കാണും, അപ്പോൾ ഇവന്മാർ പറഞ്ഞതൊക്കെ വേറും നുണയാണല്ലോ. ആ കൊണ്ടുവന്ന കുപ്പായം എങ്ങനെ കൊണ്ടുവന്നു? എൻ്റെ മകൻ ജോസഫ് ജീവനോടിരിക്കുന്ന പിന്നെ ആ കുപ്പായം ആരാണ് ഊരിയത്? ആ കുപ്പായി രക്തത്തിൽ മുക്കിയത് ആരാണ്? അപ്പോൾ യാക്കോബിന് മനസ്സിലായി കാണും, ഇവന്മാർ തന്നെയാണ് ചെയ്തതെന്ന് മനസ്സിലായി കാണും. പക്ഷേ യാക്കോബ് ഒന്നും പറഞ്ഞു കാണില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഇപ്പോൾ മക്കളെ പിണക്കരുതല്ലോ. ഏതായാലും ജോസഫ് അയച്ചതായിരിക്കുന്ന രഥങ്ങളിൽ യാക്കോബും തൻ്റെ കുടുംബവും അതിൽ കയറിയിട്ട് യാത്ര തുടങ്ങി. ആ യാത്രയിൽ അവരെന്തായിരിക്കും പറഞ്ഞതെന്ന് ഞാനങ്ങനെ വിചാരിക്കുകയാണ്. യാത്രയിൽ എന്തായിരിക്കും പറഞ്ഞത്? രൂപേനെ വിളിച്ച് പറഞ്ഞു, രൂപേനെ നീ അപ്പോൾ ജോസഫ് ചത്തെന്ന് നിങ്ങൾ പറഞ്ഞു, വന്യമൃഗങ്ങൾ കീറിപ്പോയി, അവൻ്റെ ഉടുപ്പ് കൊണ്ടുവന്നോട്, അതിൻ്റെ ചരിത്രം എങ്ങനെയാണ്? ആ യാത്ര മുഴുവനും ജോസഫിൻ്റെ ജീവിതത്തിൻ്റെ നാൾ വഴികൾ, അവരുടെ ജീവിതത്തിൻ്റെ നാൾ വഴികൾ അവർ പറഞ്ഞു കാണും. എന്നിട്ട് യാക്കോബ് തൻ്റെ ജീവിതത്തിൻ്റെ നാൾ വഴിയും പറഞ്ഞു കാണും. തൻ്റെ അപ്പനും അമ്മയും പറഞ്ഞത് കേട്ട് താൻ അങ്ങനെ ഹാരാനിലേക്ക് പോയതും അവരുടെ അമ്മമാരെ കണ്ടെത്തുന്നതും അവിടെ മക്കൾ ജനിക്കുന്നതും അവിടുന്ന് തിരിച്ചു വരുന്നതും ഒക്കെ ആ യാത്രയിൽ ആയിവിട്ട് കാണാൻ കാണും. വെറുതെ ഇരിക്കില്ലല്ലോ, കാരണം യാത്ര കുറച്ച് ദിവസങ്ങൾ എടുക്കുന്ന യാത്രയാണ്. യാത്രയിൽ ഇതെല്ലാം പറഞ്ഞു കാണും. മിസ്രൈമിലേക്ക് പോകുവാൻ യാക്കോബിന് ഭയമായിരുന്നു. കാരണം എന്താണ്? പിതാക്കന്മാർക്ക് വാഗ്ദത്തം ചെയ്തതായിരിക്കും നാട് കനാൻ നാടാണ്. മിസ്രൈമിൽ കിടന്ന് ചത്തുപോകും, തൻ്റെ വാഗ്ദത്ത നാട്ടിൽ തന്നെ അടക്കാനൊക്കില്ലെന്നുള്ള വലിയ ഭയമുണ്ടായിരുന്നു. ഈ പോകുന്ന വഴിക്ക് ചത്തുപോയെങ്കിലും പ്രായമായവനാണ്, അവിടെ ചെല്ലുമ്പോൾ ചത്തുപോയെങ്കിലും ഇവന്മാരെ വിശ്വസിക്കാൻ ഒക്കുമോ? ഇവരെ വിശ്വസിക്കാൻ ഒക്കുകയില്ല. ഏതായാലും
ദൈവം ഇടപെട്ട് പറഞ്ഞു, നിനക്ക് യാതൊരു ദോഷവും വരികയില്ല എന്ന് പറഞ്ഞു. നിനക്ക് യാതൊരു ദോഷവും വരികയില്ല, ധൈര്യത്തോടെ പൊക്കോളാൻ പറഞ്ഞു. നിൻ്റെ മകനായ ജോസഫ് തന്നെ നിൻ്റെ കണ്ണ് തിരുമ്മി അടയ്ക്കും, നീ അവിടെ മരിക്കും, നിനക്കൊരു ദോഷവും വരികയില്ലെന്ന് പറഞ്ഞു. മരിക്കുന്നതിന് മുമ്പ് ജോസഫിനോട് പറഞ്ഞു, ജോസഫ് എനിക്കൊരു അപേക്ഷയുണ്ടെന്ന് പറഞ്ഞു. എന്താണ്? ഞാൻ മരിച്ചാൽ എൻ്റെ ശരീരം ഞങ്ങളുടെ പിതാക്കന്മാരെ അടക്കിയ സ്ഥലത്ത് തന്നെ കൊണ്ടുനടക്കണം എന്ന് മാത്രമല്ല, ഞാൻ നിനക്കൊരു പ്രത്യേക അനുഗ്രഹം തരാം. എൻ്റെ വാൾ കൊണ്ടും അമ്പ് കൊണ്ടും ഞാൻ എഴുതി പിടിച്ചതായിരിക്കുന്ന ഒരു ദേശമുണ്ട്, ആ ദേശം നിനക്ക് തരാമെന്ന് പറഞ്ഞു. നിനക്ക് സഹോദരന്മാർ കൊടുക്കുന്ന അനുഗ്രഹങ്ങളിൽ കൂടിയ അനുഗ്രഹമായിട്ട് തരാം. അങ്ങനെ ജോസഫ് അയച്ച രഥങ്ങളിൽ യാക്കോബും കുടുംബവും മിസ്രൈമിലെത്തി. യഹൂദയെ ഗോശനിലേക്കുള്ള വഴികാട്ടിയായി മുന്നമേ അയച്ചു. താമസിയാതെ ജോസഫും തൻ്റെ രാജകീയ രഥത്തിൽ ഗോശനിലെത്തി. ആ ഒരു വരവാണ്. ഇവർ രഥങ്ങൾ, യാക്കോബും മക്കളും എല്ലാം രഥങ്ങളിൽ അങ്ങോട്ട് പോകുന്നു. ജോസഫ് ഇതാ ഒരു രാജാവിനെ പോലെ തൻ്റെ രാജകീയമായ രഥത്തിൽ തേര് തെളിയിച്ച് താന് വരുന്നു. യാക്കോബ് രഥത്തിൽ നിന്ന് ഇറങ്ങിയോ ജോസഫ് രഥത്തിൽ നിന്ന് ഇറങ്ങിയോ എനിക്കറിയില്ല. ഞാൻ വിചാരിക്കുന്നത് ജോസഫ് രഥത്തിൽ നിന്ന് ഇറങ്ങി യാക്കോബിൻ്റെ അടുക്കൽ വന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞ് ആ ഒരു സന്ദർഭം ഒന്ന് കാണേണ്ടതാണ്. ആ നാൾ വഴികളുടെ കണ്ണുനീര്, അത്രയും കാലം ഒതുക്കി വെച്ച കണ്ണുനീര് മുഴുവനും അവിടെ തൂകി. അതിനുശേഷം 15-20 വർഷമെങ്കിലും വേർപെട്ടിരുന്ന യാക്കോബും ജോസഫും കണ്ടുമുട്ടിയ ആ രംഗം എത്ര ഹൃദയസ്പർശിയായിരുന്നിരിക്കണം. അവർ ഏറെ നേരം ആലിംഗനം ചെയ്തു. ഇരുവരും ഒത്തിരി കരഞ്ഞു കാണും. തുടർന്നുള്ള യാക്കോബിൻ്റെ വാക്കുകൾ ശ്രദ്ധേയമാണ്. യാക്കോബ് പറഞ്ഞു, നീ ജീവനോടിരിക്കുന്നു എന്ന് ഞാൻ നിൻ്റെ മുഖം കണ്ടതുകൊണ്ട് ഇപ്പോൾ തന്നെ മരിച്ചാലും വേണ്ടതില്ല. നീ ജീവനോടിരിക്കുന്നു എന്ന് ഞാൻ നിൻ്റെ മുഖം കണ്ടതുകൊണ്ട്. ജോസഫ് മരിച്ചു എന്ന് കേട്ടതായിരിക്കുന്ന നിമിഷം മുതൽ യാക്കോബിൻ്റെ ഹൃദയം നിറയെ ജോസഫിൻ്റെ ചിത്രമായിരുന്നു, ആ മുഖമായിരുന്നു. ആ മുഖം ഇനി ഒരിക്കലും കാണുകയില്ല. പ്രത്യാശയുള്ളവനായതുകൊണ്ട് ഇനിയും പുനരുത്ഥാനത്തിൻ്റെ കഴിഞ്ഞ ശേഷം അവനെ വീണ്ടും കാണുമെന്ന് മാത്രമേ വിശ്വസിച്ച് കാണൂ. പക്ഷേ ഇപ്പോൾ അവൻ്റെ മുഖം കണ്ടപ്പോൾ പറഞ്ഞു, നീ ജീവനോടിരിക്കുന്നു എന്ന് നിൻ്റെ മുഖം കണ്ടതുകൊണ്ട് ഞാൻ ഇപ്പോൾ തന്നെ മരിച്ചാലും വേണ്ടതില്ല, ഇനിയും മരിച്ചാലും വേണ്ടതില്ല. ചില ആളുകൾ അങ്ങനെ പറയാറുണ്ട്. അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആശകൾ നിവർത്തിച്ച് കഴിയുമ്പോൾ കർത്താവ് ഇനിയും മരിച്ചാലും കുഴപ്പമില്ല. യാക്കോബിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആശ ജോസഫിൻ്റെ മുഖം ഒന്ന് കാണണം എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് നിൻ്റെ മുഖം കണ്ടുകൊണ്ട് ഇനിയും മരിച്ചാലും വേണ്ടതില്ല. വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും ചക്രവാളത്തിനപ്പുറത്ത് നടന്ന ഒരു ഒത്തുചേരലാണ് യാക്കോബും ജോസഫും കണ്ടുമുട്ടിയത്. സംതൃപ്തിയുടെ നിമിഷങ്ങളായിരുന്നു അവ. സ്നേഹം നിറഞ്ഞ കണ്ണുകളുമായി അത് കൂട്ടിമുട്ടി. ഇരുവർക്കും സംതൃപ്തിയായി. യാക്കോബ് ആ മുഖത്തേക്ക് ഏറെ നേരം നോക്കി നിന്ന് കാണും. ദൈവകൃപയുടെയും കരുതലിൻ്റെയും മാസങ്ങളും വർഷങ്ങളുമായിരുന്നു കഴിഞ്ഞു പോയതെങ്കിലും അത് ഇപ്പോഴാണ് യാക്കോബിന് മനസ്സിലായത്. വേദന നിറഞ്ഞ യാക്കോബിൻ്റെ ഹൃദയത്തിൽ സംതൃപ്തിയും സമാധാനവും സന്തോഷവും നിറഞ്ഞു. സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് ജോസഫ് തൻ്റെ സഹോദരന്മാരും യാക്കോബ് പിതാവും എല്ലാമായി സന്തോഷിച്ചു. അതിനുള്ള കഴിഞ്ഞുള്ള വർഷങ്ങൾ അവർ ആ ഗോശൻ ദേശത്ത് സന്തോഷമായിട്ട് വസിച്ചു. എത്ര മനോഹരമായിരിക്കുന്ന ഒരു അന്ത്യമാണ് ഉണ്ടായത്. ദൈവം കാര്യങ്ങൾ ചെയ്യുമ്പോൾ എത്ര ഭംഗിയായിട്ടാണ് നടക്കുന്നത്. മനുഷ്യൻ കാര്യങ്ങൾ ചെയ്താൽ എത്ര മോശമായിട്ടാണ് ചെയ്യുന്നത്. ജോസഫിൻ്റെ സഹോദരന്മാർ ചെയ്തതൊക്കെ എത്ര പൊട്ടത്തരങ്ങളാണ് അവർ ചെയ്തത്. ഭയങ്കര പൊട്ടത്തരങ്ങളാണ് ചെയ്തത്. എന്നാലും ദൈവം അതെല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിച്ചു. അങ്ങനെ ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത് എന്നുള്ള സന്തോഷം തരുന്ന കാര്യമല്ലേ. സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട് എന്നുള്ളത് നമുക്ക് സന്തോഷം തരുന്ന കാര്യമല്ലേ. അതുകൊണ്ട് ആ ദൈവത്തെ നമുക്ക് സ്നേഹിക്കാം. ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കാം. ദൈവം കാര്യങ്ങൾ നടത്തുവാനായിട്ട് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.